വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കില്ല. വിഷയം മുന്നണിയിൽ വിശദമായി ചർച്ച ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഘടകകക്ഷികൾക്കിടയിൽ എതിർപ്പ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ UDF യോഗം ചേരും. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമൊന്നും ഉണ്ടാകില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ദീപ്തി, ഈയൊരു നയത്തിൽ വലിയ രീതിയിലുള്ളൊരു എതിർപ്പാണ് പ്രത്യേകിച്ചും ഘടകകക്ഷികളിൽ നിന്നടക്കം ഉയർന്നിട്ടുണ്ടായിരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഏർപ്പെടുത്തുന്നത് ഇത്തരത്തിൽ UDFന്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് പോലും മുൻപ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്നതെല്ലാം തന്നെ ഘടകകക്ഷികൾക്കിടയിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൽ ഒരു എതിർപ്പിന് കാരണമായിരുന്നു. പ്രത്യക്ഷമായ ഒരു മുഖ്യമന്ത്രിയുമായൊരു യുദ്ധത്തിന് മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അടക്കം ഇത്തരത്തിലൊരു നയം കൊണ്ടുവരുന്നത് ദോഷം ചെയ്തേക്കും എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് ഉയർന്നു വന്നിരുന്നു. അപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ UDF എന്തായാലും വിശദമായ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഉടൻ തന്നെ UDFന്റെ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും ചേർന്നുള്ള യോഗം വിളിച്ചു ചേർക്കാനാണ് സാധ്യത. തിങ്കളാഴ്ചയ്ക്ക് മുൻപായി ഇത്തരത്തിലൊരു യോഗം ചേരുകയും അതുപോലെ തന്നെ യോഗത്തിൽ PM ശ്രീയും അതുപോലെ തന്നെ ഈ നികുതി ഇളവ് മദ്യത്തിന്റെ നികുതി ഇളവും ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അതായത് എക്സൈസ് മന്ത്രി M ലിജുവിനെ പോലും താൻ അറിയാതെയാണ്, തൻ്റെ വകുപ്പിൽപ്പെടുന്ന ഒരു കാര്യമായിട്ട് പോലും താൻ അറിയാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന രീതിയിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവർ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനവികാരം ഇതിനെതിരായിരിക്കും, അതുകൊണ്ട് തന്നെ അത് ദോഷം ചെയ്തേക്കും എന്നുള്ള ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നത്. UDF ഈ ഒരു വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ എതിർപ്പ് അറിയിക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നയം തീരുമാനിക്കും മുൻപ് നികുതി ഘടന തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു വിശാലമായ യോഗത്തിൽ എന്തായിരിക്കണം UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മദ്യനയം എന്നതിലൊരു തീരുമാനം അല്ലെങ്കിൽ അതിലൊരു ചർച്ച പോലും നടക്കാതെ ഉള്ളൊരു സമയത്താണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഒരു മദ്യത്തിൻ്റെ നികുതി ഇളവ്, അതിൽ ആ നികുതി ഘടന, പുതിയ നികുതി ഘടന തീരുമാനിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത്, അതായത് ജൂലൈ 1 അടക്കം വരാനിരിക്കുന്ന ഫിനാൻസ് ബില്ലിൽ ഈ പുതിയ നികുതി ഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ പോലും അത് എങ്ങനെയാണ് കൂട്ടായ ഒരു തീരുമാനമില്ലാതെ അത്തരത്തിലുള്ള രീതികളിലേക്ക് പോകുന്ന നയം ശരിയാണോ എന്നുള്ള ഒരു ചോദ്യങ്ങളാണ് ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുതന്നെയാണ് പ്രധാനമായും നിലവിൽ ഈ ഒരു മുഖ്യമന്ത്രി നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ മദ്യനയത്തിൽ ജനവികാരം എതിരാകുമോ എന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം വോട്ട് അല്ലെങ്കിൽ ഒരു വോട്ട് ശതമാനം വരുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ബാധിക്കുന്ന വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയം കൂടിയാണ് ഈ ഒരു മദ്യത്തിൻ്റെ നികുതി ഇളവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം വില കുറച്ച് മദ്യം നൽകാൻ തയ്യാറാവുക എന്നത് സ്വാഭാവികമായും ഒരു എതിർവികാരം ആളുകളിൽ ഉണ്ടാക്കും. അത് മുന്നണിക്ക് ഒന്നാകെ തന്നെ ദോഷം ചെയ്യും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്ന കാര്യം. UDFന്റെ വരുന്ന യോഗത്തിൽ അത് മന്ത്രിമാർ വഴി അറിയിക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. നിലവിൽ എന്തായാലും മുന്നണിക്കുള്ളിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ എതിർപ്പുകൾ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്കൊന്നും പോകാതെ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ വഴി പരോക്ഷമായി തന്നെ എങ്കിലും നിലപാട് അറിയിക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. എന്തായാലും ഈ ഒരു വിശദമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ ഒരു മദ്യനികുതിയിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരമൊരു നിലപാട് അത് പലതവണ ആവർത്തിക്കുകയും നിയമസഭയിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത ശേഷം ഇനി ഈ മദ്യനികുതി ഇളവിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകും എന്നെന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. വീണ്ടും ഒരു യു ടേണിന് കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ള അത്തരത്തിലുള്ള
അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒഴിവാക്കാൻ തന്നെ ആയിരിക്കും സർക്കാരിൻ്റെ ശ്രമം. എന്തായാലും നിലവിൽ ഇത്തരത്തിലൊരു നികുതി ഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നികുതി ഘടന ഇനി ഫൈനാൻസ് ബില്ലിൽ അവതരിപ്പിച്ച അംഗീകാരം നൽകിയാലും ആ നികുതി ഇളവ് നടപ്പാകണം. അതായത് നേരിട്ട് ഈ വില കുറഞ്ഞ മദ്യം വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച് വിൽക്കാനൊന്നും സാധിക്കില്ല. അതിന് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക ഓർഡർ അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവ് കൂടി വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നികുതി ഘടന പ്രഖ്യാപിച്ചു എന്ന് വെച്ച് വളരെ ഇമ്മീഡിയറ്റായി വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറച്ച് വിൽപ്പന നടത്താനൊന്നും ആകില്ല എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം. അതായത് ആശങ്കപ്പെടേണ്ടതില്ല. ഇത് ഈ ഒരു നികുതി ഘടന എന്നത് ഒരു മുന്നോട്ട് വെച്ച നിർദ്ദേശം മാത്രമാണ്. അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം പിറ്റേ ദിവസം തൊട്ട് തന്നെ വിലക്കുറവിൽ മദ്യം വിറ്റഴിക്കാം എന്നുള്ളതല്ല. അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നികുതി ഘടന തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൽ വിശദമായ ചർച്ചയും അതുപോലെ തന്നെ കൂട്ടായ തീരുമാനങ്ങളും എല്ലാം പിന്നീട് നടത്താമെന്നാണ് കരുതിയിരുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ അത്തരത്തിലാണോ ഒരു മുന്നണി പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ വിഷയത്തിൽ UDF ഇപ്പോൾ വിശദമായ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ പ്രധാനമാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ എതിർപ്പുണ്ട്. ഇത്തരത്തിൽ മദ്യം വില കുറച്ച് നൽകുന്നതിൽ ചില ക്രിസ്തീയ സംഘടനകൾ ഇതിനോടകം തന്നെ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റ് ഘടകകക്ഷികളുടെ കൂടി നിലപാട് ഈ ഒരു വിഷയത്തിൽ വളരെയധികം പ്രധാനമാണ്. അതുകൂടി പരിഗണിക്കും. വിശദമായ രീതിയിൽ തന്നെ ചർച്ച നടക്കും. UDF യോഗത്തിൽ ഈ നികുതി ഇളവിന് പുറമെ PM ശ്രീ വിഷയത്തിലും എന്തായാലും ചർച്ച നടക്കും. ശരി, വ്യക്തമാണ്. എന്തായാലും നികുതി ഇളവ് നൽകുന്ന കാര്യത്തിൽ എന്തായാലും ഉടൻ തീരുമാനമുണ്ടായേക്കില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനാണ് നികുതി ഇളവ് നൽകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുന്നണിയിൽ വിശദമായ ചർച്ച നടത്താനൊക്കെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഘടകകക്ഷികൾക്കിടയിൽ വലിയ രീതിയിൽ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. ജനവികാരം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുമുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ എന്തായാലും UDFന്റെ യോഗം ചേരും. ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.